നമസ്കാരം. സംസ്ഥാനത്ത് നിപ്പ പോലെയുള്ള പകർച്ചവ്യാധികൾ ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യുമ്പോൾ തൊടുപുഴ നഗരസഭയിൽ നിന്നും ഏകദേശം 500 മീറ്റർ അകലെ പ്രവർത്തിക്കുന്ന പുളിമൂട്ടിൽ സിൽക്കോസിന്റെ വേസ്റ്റ് ടാങ്കിൽ നിന്നും മാലിന്യം നിറഞ്ഞൊഴുകുന്നത് ഭരണകർത്താക്കളും ഉദ്യോഗസ്ഥരും കണ്ടില്ലെങ്കിൽ ഇതാ കണ്ടോളൂ. ഇതൊന്നും നിങ്ങൾക്ക് അത്ര പെട്ടെന്ന് കാണാൻ കഴിയില്ല. തൊടുപുഴ നഗരസഭയുടെ കീഴിൽ പണമുണ്ടെങ്കിൽ ഏത് മുതലാളിമാർക്കും എന്ത് തോന്നിവാസവും കാണിക്കാം എന്നുള്ളതാണ്. ഈ അടുത്തിടെ നടന്ന കോഴ വിവാദവുമായി നിങ്ങൾ ഞങ്ങളെ തെളിയിച്ചു കാണിച്ചതാണ് ഇതെല്ലാം. അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് നിങ്ങളുടെ മൂക്കിന്റെ തുമ്പത്തും ഇത്രയധികം മാലിന്യം നിറഞ്ഞു കവിഞ്ഞൊഴുകിയിട്ടും അതിനെതിരെ ഒരു ചെറുവിരൽ പോലും നിങ്ങൾക്ക് അനക്കാൻ സാധിക്കാത്തത്. വേസ്റ്റ് ടാങ്കിൽ നിന്നും മാലിന്യം നിറഞ്ഞൊഴുകുന്നതിന്റെ കാരണത്തെപ്പറ്റി അന്വേഷിച്ചു പോയപ്പോഴാണ് മറ്റൊരു സംശയം നമ്മുടെ മുന്നിൽ ചോദ്യചിഹ്നമായി ഉയർന്നു വന്നത്. വേസ്റ്റ് ടാങ്ക് നിറഞ്ഞു കവിഞ്ഞൊഴുകാൻ തുടങ്ങുമ്പോൾ തന്നെ മോട്ടോർ ഉപയോഗിച്ച് പമ്പ് ചെയ്തുകൊണ്ട് മറ്റൊരു വഴിയിലൂടെ ഈ മാലിന്യം ഒഴുക്കിവിടുന്നതാണ് പതിവ് ശൈലി. പമ്പ് ചെയ്യുന്ന മാലിന്യം എവിടേക്കാണ് ഒഴുകിപ്പോകുന്നത്? ഈ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് നഗരസഭയിലെ ഭരണകർത്താക്കളും ഉദ്യോഗസ്ഥരുമാണ്. തൊടുപുഴ നഗരത്തിൽ ജനം ഒത്തുകൂടുന്ന പല ഭാഗങ്ങളും വൃത്തിഹീനമായ അവസ്ഥയിലാണ്. മാരകമായ പകർച്ചവ്യാധികൾ എങ്ങനെ തടയാമെന്ന് സംസ്ഥാന സർക്കാരും ആരോഗ്യവകുപ്പും കൃത്യമായ മാർഗനിർദ്ദേശങ്ങളും നിലപാടുകളും വ്യക്തമാക്കുമ്പോഴും തൊടുപുഴ നഗരസഭയിൽ സാധാരണ മനുഷ്യർക്ക് പുല്ലുവിലയാണ് കൽപ്പിച്ചിട്ടുള്ളത്. മുതലാളിമാർക്ക് മുമ്പിൽ കണ്ണടച്ചു നിൽക്കുന്ന ഉദ്യോഗസ്ഥ കാട്ടാളന്മാരെ ഒരിക്കൽ ഇതിന് മറുപടി പറയേണ്ടി തന്നെ വരും.